എല്ലാവർക്കും BDSൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് മുൻപുള്ള രണ്ട് വീഡിയോകളിലായി ഫോം 1 and 2 ജനറേഷൻ എങ്ങനെയെന്നും ട്രഷറിയിലേക്ക് ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് BDSൻ്റെ സൈറ്റിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ട്രഷറിയിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതിന് ശേഷം ഫോം 3 ജനറേഷൻ എങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ BDSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ bds.kerala.gov.in ലോഗിൻ ചെയ്ത് ഇത്തരത്തിലുള്ളൊരു ഹോം പേജിലേക്ക് എത്തുക. അവിടെ സബ്മിഷനിൽ ലെറ്റർ ടു ഫിനാൻസ് നോൺ LOC എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾക്ക് ട്രഷറിയിൽ നിന്നും അപ്രൂവൽ ലഭിച്ച ബില്ലിൻ്റെ വർഷം, മാസം എന്നിവ തിരഞ്ഞെടുത്ത് കോൺട്രാക്ടറെയും സെലക്ട് ചെയ്ത് ഗെറ്റ് നൽകുമ്പോൾ അപ്രൂവൽ ലഭിച്ച ബില്ലിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. എല്ലാ വിവരങ്ങളും ശരി തന്നെയോ നമ്മൾ പരിശോധിച്ചതിന് ശേഷം ഈ ഏറ്റവും അവസാനത്തെ ഇൻക്ലൂഡ് എന്നതിന് താഴെയായുള്ള ബട്ടൺ ടിക്ക് ചെയ്ത് സേവ് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ സേവ് ചെയ്യുമ്പോൾ സേവ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് നമുക്ക് ലഭിക്കും. കൂടാതെ രണ്ട് ഓപ്ഷൻസും കൂടെ പുതുതായി താഴെ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജനറേറ്റ് യൂസിങ് ഓൾഡ് വേർഷൻ ആപ്ലെറ്റ് എന്നും ജനറേറ്റ് യൂസിങ് ന്യൂ വേർഷൻ DSC സൈനർ എന്നും കാണുവാൻ സാധിക്കും. ഇതിൽ DSC നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കണം. നേരത്തെ DSC രജിസ്റ്റർ ചെയ്തെങ്കിൽ നമുക്ക് ജനറേറ്റ് യൂസിങ് ന്യൂ വേർഷൻ DSC എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോം 3 ജനറേറ്റ് ചെയ്യുവാനായി സാധിക്കും. DSC എങ്ങനെയാണ് BDSൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് നോക്കി DSC രജിസ്ട്രേഷൻ എങ്ങനെയെന്ന് പഠിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ DSC കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ് യൂസിങ് ന്യൂ വേർഷൻ DSC സൈനർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ സൈൻ ചെയ്യേണ്ട ഫോം 3യുടെ ഒരു ഡ്രാഫ്റ്റ് നമുക്കിവിടെ ജനറേറ്റ് ആയി വരുന്നതാണ്. ഈ ഡ്രാഫ്റ്റിൽ ഇന്നത്തെ സിസ്റ്റം തീയതിയും എല്ലാ വിശദാംശങ്ങളും ഇതിനുള്ളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഏറ്റവും താഴെയായി സൈൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. സൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ DSCയുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുവാനുള്ള ഒരു വിൻഡോ ഓപ്പണായി വരുന്നതാണ്. അവിടെ നമ്മൾ DSCയുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നതോടുകൂടി സർട്ടിഫിക്കറ്റ് ഫോർ സൈനിങ് എന്ന ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അവിടെ കൺഫേം സൈനിങ് നൽകുക. ഒന്നുകൂടെ കൺഫേം സൈൻ നൽകുക. സക്സസ് എന്നൊരു മെസ്സേജ് നമുക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഈ ലെറ്റർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഡിജിറ്റൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയും അതുപോലെ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഫയലിൽ സൂക്ഷിക്കുവാനും സാധിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് വരാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഫോം 3 ജനറേറ്റ് ചെയ്ത് ഫിനാൻസിലേക്ക് നമ്മളത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫിനാൻസിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് പ്രോമിസറി നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെ പ്രോമിസറി നോട്ടിലേക്ക് വന്ന് മാസവും വർഷവും സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കുന്നതാണ്. നിലവിൽ അത് ലഭ്യമല്ല. ഫിനാൻസിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതിന് ശേഷം നമ്മൾക്ക് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാവുന്നതാണ്. നമ്മൾ ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത ഫോം 3 എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇതിനായി സബ്മിഷനിൽ വന്ന് വ്യൂ ഇഷ്യൂഡ് ലെറ്റേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വർഷവും മാസവും തിരഞ്ഞെടുത്ത് ഗെറ്റ് കൊടുത്താൽ ആ മാസത്തിൽ നമ്മൾ ഫിനാൻസിലേക്ക് റിപ്പോർട്ട് ചെയ്ത ഫോം 3യുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ വ്യൂ ഫോം 3യുടെ താഴെയായി വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾക്ക് ആ ഫോം 3 ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. ഈ ഫോം 3യിൽ ഫിനാൻസ് സെക്രട്ടറിക്ക് നമ്മൾ നൽകുന്ന കത്താണ്. ഫിനാൻസിൽ നിന്നും അപ്രൂവൽ ലഭിക്കുന്നതോടുകൂടി നമ്മൾക്ക് ഒരു പ്രോമിസറി നോട്ട് ലഭിക്കും. ആ പ്രോമിസറി നോട്ടാണ് കോൺട്രാക്ടറുടെ ബാങ്കിൽ നൽകേണ്ടത്. പ്രോമിസറി നോട്ട് ബാങ്കിൽ സമർപ്പിക്കുന്നതോടുകൂടി
കോൺട്രാക്ടർക്ക് ബാങ്ക് ഫണ്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഈ ഫോം 3യിൽ സൈൻ ചെയ്യേണ്ടത് ഒന്നുകിൽ ആ സ്ഥാപനത്തിലെ DDO, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഓഫീസ്, അല്ലെങ്കിൽ ചെക്ക് ഇഷ്യൂയിങ് അതോറിറ്റി. ഇതിലാർക്ക് വേണമെങ്കിലും ഈ ഫോമിൽ സൈൻ ചെയ്ത് ഫിനാൻസിലേക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് പ്രോമിസറി നോട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.